ചിത്രം തിയേറ്ററിൽ ഇറങ്ങി. സംവിധായകനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണ് ആ സംവിധായകനെ ഓർക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ദീപനെ തന്നെയാണ്. ഈ സിനിമ തിയേറ്ററുകളിലെത്തി ജനങ്ങൾ വളരെ മനോഹരമായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജയറാമിൻ്റെ മേക്ക് ഓവർ നന്നായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രീൻ പ്ലേ അസലായി, പിന്നെ സിനിമയുടെ ഓരോ സീനും കടന്നു പോകുന്ന അറിയുന്നില്ല, ഇത്ര ഫാസ്റ്റായിട്ടുള്ള സിനിമ കണ്ടിട്ടില്ല, അങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആക്ഷൻ നന്നായി, ഫൈറ്റ് സീക്വൻസ് നന്നായിരിക്കുന്നു, ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവകാശപ്പെടേണ്ട ഒരാൾ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇതിൻ്റെ ഡബ്ബിങ്ങും കഴിഞ്ഞ് ഗോപി സുന്ദറിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു റീ റെക്കോർഡിങ് നടക്കുന്ന സമയം വരെയും അതിൻ്റെ ഏകദേശം ജോലികൾ തീരുന്നത് വരെയും ദീപൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓരോ റിലീസിൻ്റെ ഓരോ എങ്ങനെ ഇരിക്കണം, പോസ്റ്റേഴ്സ് എങ്ങനെ ഇരിക്കണം, ഇതിൻ്റെ ഫ്ലെക്സ് എങ്ങനെ ഇരിക്കണം, എല്ലാ കാര്യങ്ങളും പാവം സ്വപ്നം കണ്ടിരുന്നൊരു സിനിമയായിരുന്നു. സാധാരണ ജയറാം എന്നൊരു നടനെ ആക്ഷനായിട്ട് അധികം അസോസിയേറ്റ് ചെയ്യാറില്ല. കൂടുതലും ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ആക്ഷൻ ചിത്രം ചെയ്യാൻ എന്താണ് ജയറാം നടനെ പ്രേരിപ്പിച്ചൊന്നുമില്ല കേട്ടോ. സാധാരണ കഴിഞ്ഞ 10-30 വർഷക്കാലം എന്നെ തേടി വരുന്ന സിനിമകളിൽ 99% കുടുംബ പശ്ചാത്തലമുള്ള സിനിമയായിരിക്കും. അതിനകത്ത് അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, കൂടപ്പിറപ്പുകളുണ്ടാവും, ഭാര്യയുണ്ടാവും, എൻ്റെ കൂടെ ജഗതി ചേട്ടനുണ്ടാവും, മാമുക്കയുണ്ടാവും, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും. ഇവരെ വെച്ചിട്ട് ഒരു ശക്തമായിട്ടുള്ള ഭയങ്കര ആക്ഷൻ ഹീറോ ആയിട്ടൊരു ഫൈറ്റൊന്നും ആ സിനിമയിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണെങ്കിൽ അവസാനം അമ്പലപ്പറമ്പിൽ ഇടി ഉണ്ടാവും, അതിൽ ഞാനും ജഗതിയും കൂടി ചെളിയിൽ വീഴും, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വലിച്ചെണിപ്പിക്കും, അവസാനം പോയിട്ട് ആ കല്യാണത്തിൽ അവസാനിക്കും കല്യാണ പന്തലിൽ. ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളരെ നിർദോഷമായിട്ടുള്ള ചെറിയ ചെറിയ ഫൈറ്റുകൾ മാത്രമാണ് ഞാൻ അധികം ചെയ്തിട്ടുള്ളത്. നീ നടത്തുന്ന ഈ കുത്തിക്കഴപ്പിന്റെ ഹോൾസെയിൽ സ്ഥാപനമുണ്ടല്ലോ, ഇത് മൊത്തത്തിൽ കത്തിച്ച് കാട്ടികളെ. ചിന്തിച്ചോ നീ, ശരിക്കും ചിന്തിച്ചോ നീ, ഇടയ്ക്കിടെ മനസ്സിൽ എന്നെ ചിന്തിച്ചോ നീ. റോഡ് മുഴുവൻ പോലീസാ, അവനൊന്നും വരില്ല. ശ്രീ സോഹൻ, താങ്കളൊരു സംവിധായകനായിട്ടാണ് സിനിമാ രംഗത്തേക്ക് വന്നത്. പിന്നീട് അഭിനയം. താങ്കൾ CA പഠിച്ചിരുന്നു ഒരു കാലത്ത്. അവിടെ നിന്ന് വിട്ട് സിനിമയിലേക്ക് ഇങ്ങനെ വന്നത്? ആ കാര്യം ഞാൻ ഇപ്പോഴായിട്ട് അറിയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കുറേ സിനിമ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമ വൺ മാൻ ഷോയാണ്, ഷാഫി സാറിൻ്റെ കൂടെ. ജയറാം ചേട്ടനാണ് ആ ചിത്രത്തിലെ നായകൻ. അപ്പോൾ അന്ന് ഇപ്പോൾ ആദ്യത്തെ സിനിമയാണ് അപ്രൻറ്റീസ് ആണല്ലോ. അതിനുശേഷം എന്താ പറയുക, ഞാൻ സ്വതന്ത്ര സംവിധായകനായതിനു ശേഷമാണ് ഷാഫി സാർ വീണ്ടും ജയറാം ചേട്ടനെ വെച്ചിട്ട് വീണ്ടും ചിത്രം എടുത്തത്, മേക്കപ്പ് മാൻ. അപ്പോഴും ജയറാം ചേട്ടനെ പിന്നെ അടുത്ത് പരിചയപ്പെടാനോ എന്താ പറയുക, വൺ മാൻ ഷോ മുതൽ നമ്മൾ ജയറാം ചേട്ടൻ്റെ ഒരു ആരാധകനാണ്. പിന്നീട് അപ്രന്റീസായിട്ടാണ് എടുക്കാൻ പറ്റുക. ഞാൻ അല്ല, അപ്രന്റീസ് ആവുന്ന തോറും ജോലി തിരക്കും കൂടും, നമുക്ക് നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അതിനുശേഷം ദീപൻ ചേട്ടനാണ് സത്യയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചതും ജയറാം ചേട്ടനായിട്ട് വീണ്ടും അങ്ങനെ ജയറാം ചേട്ടൻ്റെ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാനും ഒരു ഭാഗ്യമുണ്ടായത്. അപ്പോൾ CAക്കൊക്കെ പോയിരുന്നെങ്കിൽ എനിക്കിതുപോലെ സിനിമയിൽ അഭിനയിക്കാനോ ജയറാം ചേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനോ അഭിനയിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് CAക്ക് പോകാതിരുന്നത് നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർവതി വന്ന ആദ്യ സിനിമ തന്നെ ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു.